ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൻ. ഇന്ന് നമുക്ക് തട്ടുകടകളിൽ കിട്ടുന്ന മുട്ടക്കപ്പ തയ്യാറാക്കാം. മുട്ടക്കപ്പ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് 700 ഗ്രാം കപ്പയാണ്. കറക്റ്റ് 700 ഗ്രാം തന്നെ വേണം എന്നൊന്നും ഇല്ല കേട്ടോ. 1/2 കിലോ കപ്പ വെച്ചും ചെയ്യാം. പിന്നെ അതുപോലെ നന്നായിട്ട് വേവുന്ന കപ്പ നോക്കി വേടിക്കണം. കാരണം ചില കപ്പയൊക്കെ നമ്മൾ വേവിക്കുമ്പം കല്ലിച്ച് കിടക്കത്തില്ലേ, അതുപോലെ ആയിരിക്കരുത്. ഇതുപോലെ നന്നായി വെന്ത് സോഫ്റ്റായി വരുന്ന കപ്പ തന്നെ എടുക്കണം. ഓക്കെ, കപ്പ പക്ഷേ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട, കുറച്ച് വലിയ പീസൊക്കെ അതിനകത്ത് കിടക്കണം. ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം. പിന്നെ വേണ്ടത് മുട്ടയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. ഈ മുട്ടയുടെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. 4 എണ്ണത്തിന് പകരം നിങ്ങൾക്ക് 5 മുട്ടയോ അല്ലെങ്കിൽ 6 മുട്ടയോ ചേർത്ത് ചെയ്യാം. പക്ഷേ അളവ് കുറഞ്ഞു പോകണ്ട. അതായത് ഇപ്പോൾ 2 മുട്ടയൊന്നും ചേർത്ത് ചെയ്യരുത്. കാരണം നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ മുട്ടയുടെ ടേസ്റ്റ് കാണത്തില്ല. നമ്മൾ കപ്പ കഴിക്കുന്നതിന് ഇടയ്ക്ക് ആ മുട്ടയും കൂടി കഴിക്കാൻ കിട്ടുമ്പോഴാണ് ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ 4 മുട്ട എന്തായാലും എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ടയിലേക്ക് സവോള ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലുതല്ലെങ്കിൽ 2 ചെറിയ സവോള എടുക്കാം. അതിനകത്തുനിന്ന് കുറച്ച് സവോള നമുക്ക് ഈ മുട്ടയിലേക്ക് ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂൺ സവോള ചേർക്കുവാണ്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 5 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ മുട്ടക്കപ്പ കുറച്ച് എരിവോട് കൂടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും ടേസ്റ്റാണ് അല്ലെങ്കിൽ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 5 പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇതിനകത്തുനിന്ന് കുറച്ച് നമുക്ക് ഈ മുട്ടയിലോട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. കുരുമുളക് പൊടിക്ക് കറക്റ്റ് അളവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ എരിവ് പോലെ കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ചൊരു 1/4 ടീസ്പൂൺ മുട്ടയിലോട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് അടിച്ചു വയ്ക്കാം. മാറ്റി വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ പിന്നെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി നമുക്ക് തയ്യാറാക്കാം. ആദ്യം മുട്ടയൊന്ന് ചിക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് ചിക്കി എടുക്കാം. ഒരുപാട് ചെറിയ ചെറിയ പീസായിട്ട് ചിക്കി എടുക്കണം എന്നില്ല. ഇതൊന്ന് വെന്ത് വന്നാൽ മതി. മനസ്സിലായി? വലിയ പീസായിട്ട് കിടന്നാൽ മതി. കാരണം പിന്നെ നമ്മൾ കപ്പ ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കും. അപ്പോൾ അത് ആവശ്യത്തിന് ചെറിയ ചെറിയ പീസായിട്ട് അങ്ങ് ഉടഞ്ഞോളും. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് വലിയ പീസായിട്ട് കിടന്നാൽ മതി. മുട്ട പക്ഷേ നന്നായിട്ട് വേവണം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ചെറുതായിട്ടൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് വെന്ത് ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇങ്ങനെ കിടന്നാൽ മതി. ഇത്ര വലിയ പീസായിട്ട് കിടക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ പാനാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ കപ്പയും മുട്ടയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ചിക്കി എടുക്കുന്നത് അല്ലെങ്കിൽ മിക്സ് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു സ്റ്റീൽ ബൗൾ അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ അറ്റം കണ്ടോ, കുറച്ച് മൂർച്ചയുണ്ട്. ആ ഒരു രീതിയിലുള്ള ഗ്ലാസ് അല്ലെങ്കിൽ ബൗൾ വെച്ചിട്ടാണിത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ കോട്ടിംഗ് ഒക്കെയുള്ള നോൺ സ്റ്റിക്കോ സെറാമിക്കോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കോട്ടിങ്ങിന് പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് കോട്ടിംഗ് ഒന്നും ഇല്ലാത്ത ഒരു പാൻ എടുക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ പാൻ ഇല്ല, നോൺ സ്റ്റിക്ക് പാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റീൽ ഗ്ലാസ് വെച്ചൊന്നും മിക്സ് ചെയ്യേണ്ട, സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ സവോള ചേർക്കാം. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 2 ടീസ്പൂൺ സവോള മാറ്റി വെക്കുവാണ്. അവസാനം സെർവ് ചെയ്യുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയുടെ പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതി. ഒരുപാട് അത് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വഴറ്റുമ്പോൾ തന്നെ പച്ചപ്പൊന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ പച്ചമുളകായാലും ഒത്തിരി അങ്ങ് വാടണ്ട. ആ ഒരു പച്ച കളറിൽ തന്നെ കിടക്കണം. അപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിനകത്തോട്ട് ചേർക്കുവാണ്. പക്ഷെ അതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തു എന്ന് വിചാരിച്ച് നിങ്ങളും ആദ്യം തന്നെ 1/4 ടീസ്പൂൺ ചേർക്കണ്ട. കാരണം എരിവ് കൂടിപ്പോവും ചിലപ്പോൾ. അപ്പോൾ നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. പിന്നെ ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
പൊടികളൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കപ്പയും മസാലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കപ്പ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചിക്കി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുവാണ്. ഉപ്പ് ഇപ്പം ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അവസാനം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താലും മതി. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ ബൗളോ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് ഈ മസാല ഈ കപ്പയൊക്കെ പോവും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടഞ്ഞു കൊടുക്കണം. ഈ മിക്സ് ചെയ്യുന്നത് ശരിക്കും ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ ബൗളോ വെച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. കാരണം സ്പൂണൊന്നും വെച്ച് ചെയ്താൽ ഇത്ര നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല, ഉടച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കപ്പയും മുട്ടയും കൂടി നന്നായിട്ട് ഇളക്കി ഉടച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിലും ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരല്പം കൂടി കുരുമുളക് പൊടി ചേർക്കുവാണ്. നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം ആ കുരുമുളക് പൊടിയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി മുട്ടക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ഇത് പിന്നെ നിങ്ങൾ തയ്യാറാക്കി കൂടുതൽ സമയം വെക്കുകയൊന്നും ചെയ്യരുത്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ശരിക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് തട്ടുകടകളിലൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് സവോള അരിഞ്ഞതും കൂടി. അതിനായിട്ടാണ് ഞാൻ ആദ്യം കുറച്ച് സവോള മാറ്റി വെച്ചത്. ഓക്കെ, കുറച്ച് സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ സോസും പിന്നെ ഈ സവോള അരിഞ്ഞതും ആ കപ്പയും കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.